പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. 1964 ആ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. എത്രയോ തവണ കേരളത്തിൽ അധികാരത്തിലിരുന്നു ആ പാർട്ടി. ഇപ്പോൾ 10 വർഷമായി തുടർച്ചയായി ആ പാർട്ടി അധികാരത്തിലിരിക്കുക. ആ പാർട്ടിയിൽ പാർട്ടി മെമ്പർമാർ തന്നെ 5 ലക്ഷമാണ്. CITUവിൽ 10-25 ലക്ഷം പേര് പ്രവർത്തിക്കുന്നു. പിന്നെ എവിടെ ചെന്നാലും ആ പാർട്ടിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓംനി പ്രസൻ്റ് ആയിട്ടുള്ള ഏത് തുണ്ടിലും തുരുമ്പിലുമുള്ള പാർട്ടിയാണ് CPM എന്നുള്ളത്. സ്വാഭാവികമായും 1964 മുതലുള്ള ഇതുവരെയുള്ള പ്രവർത്തന കാലാവധിയിൽ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി എവിടെ നോക്കിയാലും കാണാവുന്നൊരു പാർട്ടിയായി വളർന്നു വന്നത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്കുക. ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ജീവിതം പാർട്ടിക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ച പ്രവർത്തന ശൈലി, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പാർട്ടി ഇവിടം വരെ വളർന്നു വന്നത്. നമ്മൾ VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? 1940കളിൽ VSനെ പാർട്ടി കുട്ടനാട്ടിലേക്ക് വിടും, കർഷകത്തൊഴിലാളികളെ കർഷകരെയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി. 5 രൂപ കൊടുത്തിട്ടാണ് VSനെ പിന്നെ കുട്ടനാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. 3-4 ദിവസം കഴിയുമ്പം 5 രൂപ തീരും. സാധാരണഗതിയിൽ ഇതുപോലെ 5 രൂപയായിട്ട് പിന്നെ കുട്ടനാട്ടിലേക്ക് പോകുന്ന പാർട്ടി നേതാക്കന്മാർ പൈസ തീരുമ്പോൾ അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് അവർ പോകും. പക്ഷേ VS അങ്ങനെ ആയിരുന്നില്ല. VS 5 രൂപ തീരുമ്പോഴും അവിടെ നിൽക്കും, പട്ടിണി കിടന്ന് പാർട്ടി പ്രവർത്തനം നടത്തും. VSനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല എന്താ? ഞാൻ തന്നെ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. VS 4 മണിയാകുമ്പോൾ ഒരു കുളത്തിൽ പോയി ഇറങ്ങും വെളുപ്പം കാലത്ത്. എന്നിട്ട് കുളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് തൻ്റെ ജുബയും മുണ്ടും കഴുകി അയയിൽ ഉണങ്ങാനിട്ടിട്ട് ആ മുണ്ടും ജുബയും ഉണങ്ങുന്നത് വരെ VS കുളത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. എന്നിട്ട് ആ മുണ്ടും ജുബയും ഉണങ്ങിക്കഴിയുമ്പോൾ അതിട്ടുകൊണ്ട് പട്ടിണി കിടന്ന് വീണ്ടും പാർട്ടി പ്രവർത്തനത്തിന് പോകും. അങ്ങനെ VS മുതൽ AKG, അതുപോലെ എത്ര നേതാക്കന്മാർ, അവരുടെയൊക്കെ ജീവിതം മുഴുവൻ പണയം വെച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം, ഈ പാർട്ടി വളർത്താൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി വളർന്നത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ എത്രയോ 8-10 വർഷക്കാലം ഈ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആ സമയത്തൊക്കെ തന്നെ കുടുംബമൊന്നും നോക്കാതെ എത്രയോ പാർട്ടി നേതാക്കന്മാരുടെ കുടുംബത്തിൽ ശൈഥില്യമുണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ പാർട്ടി എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി അങ്ങ് പോകും. അവർക്ക് കുടുംബം നോക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ എത്രയോ കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിച്ചിരിക്കും. അങ്ങനെ കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്നത്. ആ പാർട്ടിയിൽ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്താ? പാർട്ടിക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെക്കുന്നു എന്നുള്ളത് കുടുംബത്തിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെക്കുന്നു എന്നുള്ള നിലയിലേക്ക് മാറുന്നു. അത് നമ്മൾ കാണാൻ തുടങ്ങിയത് പിണറായി വിജയൻ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷമാണ്. മകൾക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെക്കുന്ന പാർട്ടി നേതാക്കന്മാർ, മരുമകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന പാർട്ടി നേതാക്കന്മാർ, ആ നിലയിലേക്ക് അത് മാറുകയായിരുന്നു. ഒരു 3-4 പതിറ്റാണ്ട് കാലം ഈ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച നേതാക്കന്മാർ, ആ കാലത്ത് പരിശുദ്ധമായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ ജീർണത ആരംഭിച്ചത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പിന്നെ പുതിയ പാതകൾ പാർട്ടി അണികൾക്ക് കാണിച്ചു കൊടുത്തപ്പോഴാണ്. അതായത് തങ്ങളുടെ സ്വന്തം പിന്നെ എന്താണ് ഈ മാർക്സിയൻ ഭാഷയിൽ പറഞ്ഞാൽ തങ്ങളുടെ പേഴ്സണൽ സെൽഫ് അഗ്രൻഡൈസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമം. കാരണം തങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് പാർട്ടി പ്രവർത്തനം മാറുന്നത് നമ്മൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മൾ കണ്ടു. 2000 ആണ്ടിൽ 2007 മുതൽ 2013 വരെ CPMൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി 375 കോടി രൂപയുടെ ഒരു ലാവ്ലിൻ അഴിമതി കേസിൽ പ്രതിയാകുന്നതും ആ പ്രതിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുന്നതും നമ്മൾ കണ്ടു. പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയായിരുന്നപ്പോഴും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അതിനുശേഷം പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ നമ്മൾ കണ്ടു. മകളെ വളർത്താൻ വേണ്ടിയിട്ട് അച്ഛൻ നടത്തുന്ന ശ്രമങ്ങൾ അത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മളെല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു ശ്രമം നമ്മൾ 2021 കണ്ടു. എന്താ? മരുമകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു. ഇന്നലെ വന്ന ഒരു മരുമകൻ, നൂറുകണക്കിന് കഴിവുള്ള നേതാക്കന്മാരുള്ളപ്പോൾ അവരെല്ലാവരെയും തഴഞ്ഞ് മരുമകനെ കൊണ്ടിരുന്നു. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മരുമകനെ കൊണ്ടിരുന്നു. വടക്കൻ കേരളത്തിലെ ഏറ്റവും ഉറച്ച ബേപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിർത്തുന്നു, ജയിപ്പിച്ച ഉടനെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 വകുപ്പുകൾ കൊടുത്ത് മന്ത്രിയാക്കുന്നു. സുഹൃത്തുക്കൾ, ഇതൊന്നും CPMൽ നമ്മൾ കേൾക്കാത്ത കാര്യമാണ്.
പൊതുമരാമത്തും ടൂറിസം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കൊടുക്കുന്നു, മന്ത്രിയാക്കുന്നു. ആ മകനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു, മരുമകനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മരുമകനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുന്നു. കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസ്സിൽ ആ മരുമകനെ കേന്ദ്ര കമ്മിറ്റി അംഗമാക്കാൻ വരെ ഈ അമ്മായിയത്തിന് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം എന്നുള്ളത് മാറി മരുമകന് വേണ്ടി മകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം എന്നുള്ള നിലയിലേക്ക് നമ്മൾ കാണുന്നു. ഇപ്പം നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസമായി ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പാർട്ടി സെക്രട്ടറി. ആലോചിച്ചു, ചിന്തിക്കാൻ കഴിയുമോ കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അവസ്ഥ? ചിന്തിക്കാൻ കഴിയും? ഭാര്യയ്ക്ക് വേണ്ടി കേഴുന്ന, ഭാര്യയ്ക്കൊരു ഉറച്ച സീറ്റിന് വേണ്ടി കേഴുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഭർത്താവ്. ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതം എന്നല്ലാതെ എന്താ നമ്മൾ പറയുന്നത്? മരുമകൻ മന്ത്രിയായത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, കാരണം അതൊരു പാർലമെൻ്ററി രംഗമാണ്. പക്ഷേ സ്വന്തം ഭാര്യയെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ ഒരു ഉറച്ച മണ്ഡലം വേണം എന്ന് പാർട്ടിയിൽ ശക്തിയുക്തം വാദിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഭർത്താവ്. ചിന്തിക്കാൻ കഴിയുമോ നമുക്കിത്? ആലോചിച്ചു. എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്താ ചെയ്യുന്നത്? എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ പി കെ ശ്യാമള. ആരാണ് ശ്യാമള? ശ്യാമള എന്ന് പറയുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ. ശ്യാമളയുടെ ഭർത്താവാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ. എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ശ്യാമളയ്ക്ക് എന്ത് പശ്ചാത്തലമാണ് ഉള്ളത്? എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത്? അവരെന്തോ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്തൊക്കെയാണ്. അവിടെ തന്നെ ഇവരെക്കാൾ എത്രയോ പതിറ്റാണ്ട് കാലം കൂടുതൽ പ്രവർത്തിച്ച വനിതാ നേതാക്കന്മാർ എത്രയോ പേരുണ്ട് കണ്ണൂരിൽ. പക്ഷെ അവർ ഇയാളുടെ ഭാര്യയാണെന്നുള്ളത് കൊണ്ട് ഇയാൾ സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ഗ്രാമമായിട്ടുള്ള ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കുന്നു ഈ ശ്യാമളയെ. ആലോചിച്ചു. അവിടെ കഴിവുള്ള ആളുകളില്ലാഞ്ഞിട്ടാണോ? അല്ല, അവരെ ആന്തൂർ മുനിസിപ്പൽ ചെയർമാൻ ആക്കുന്നത് എന്തുകൊണ്ടാണ്? ഗോവിന്ദൻ എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യയായിരുന്നു ആക്കുന്നു. അന്നുണ്ടായ വിവാദം നമുക്കറിയാമല്ലോ. പാറയിൽ സാജൻ എന്ന് പറഞ്ഞൊരു വ്യവസായി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. ആ വിവാദത്തിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം പി കെ ശ്യാമളയായിരുന്നു. പക്ഷേ പാർട്ടിയുടെ നേതൃത്വം മുഴുവൻ പി കെ ശ്യാമളയ്ക്കൊപ്പം നിന്നു. അവരതിന് ശേഷം എന്തോ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നു, എന്തോ മഹിളാ അസോസിയേഷൻ എന്തോ ഭാരവാഹിയൊക്കെ ആയിട്ട് വന്നു. കാരണം ഗോവിന്ദൻ്റെ ഭാര്യയാണല്ലോ വന്നു. അതെല്ലാം നമ്മൾ അംഗീകരിക്കണം എന്നല്ല, നമുക്ക് അതിനോടെല്ലാം പ്രതിഷേധം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, 3ാം ഭരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ജയസാധ്യതയുള്ളവരെ മാത്രമേ മത്സരിപ്പിക്കൂ എന്ന് പാർട്ടി നേതൃത്വം ആണയിടുന്ന ഒരു തെരഞ്ഞെടുപ്പ്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള തളിപ്പറമ്പ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഒരാളെ വേണ്ട നിർത്താൻ. എന്തായാലും പാർട്ടി ജയിക്കുന്നുള്ള ഉറപ്പുള്ളൊരു മണ്ഡലമാണ്. എന്നാലും ജനങ്ങൾ അംഗീകരിക്കുന്ന, പാർട്ടി അണികൾ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണ്ടേ അവിടെ വരാൻ? അവിടെ ഭർത്താവായിരുന്നു കഴിഞ്ഞ തവണത്തെ MLA. 10-25,000 വോട്ടിൽ കൂടുതൽ അവിടെ ജയിച്ചു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറഞ്ഞൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ തൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കണമെന്ന് ഭർത്താവായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശക്തിയുക്തം വാദിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഞാനൊക്കെ 10-25 വർഷം പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്നത്. ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അതിന് ഉദാഹരണമായി പറഞ്ഞത് വിജയരാഘവൻ മാറിയപ്പോൾ ഭാര്യയെ കൊണ്ടുവന്നതാണ് പോലും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് ഇയാളുടെ ഭാര്യയെ ആ ഉറച്ച മണ്ഡലത്തിൽ മത്സരിപ്പിക്കുമ്പോൾ കേരളത്തിൽ തന്നെ പിണറായി വിജയനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനകീയതയുള്ള നേതാവാണെന്ന് പാർട്ടി അണികൾ പറയുന്ന KK ശൈലജയ്ക്ക് തോൽക്കുന്ന മണ്ഡലം കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക്. അവർ മട്ടന്നൂരിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആ വനിത അവിടെ നിന്ന് ജയിച്ചത്. പിണറായി വിജയന് പോലും 50,000 ചിലവാനും ഭൂരിപക്ഷം ഉള്ളായിരുന്നു. ആ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് അവരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂർ എന്ന് പറയുന്ന ഒരു കാരണവശാലും ജയിക്കാത്ത ഒരു മണ്ഡലത്തിലേക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമായ CPM-ൻ്റെ പിണറായിയെ മാറ്റി നിർത്തിയാൽ ഏറ്റവും വലിയ ജനകീയ മുഖമാണെന്ന് CPM-കാർ പറയുന്ന KK ശൈലജയെ തോൽക്കുന്ന മണ്ഡലത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും വെറുമൊരു ജില്ലാ കമ്മിറ്റി മെമ്പറും മാത്രമായ PK ശ്യാമളയെ ഉറച്ച തളിപ്പറമ്പ് സീറ്റിലേക്ക് മത്സരിപ്പിക്കുന്നു. അപ്പോൾ CPM-ൻ്റെ വളർച്ച എങ്ങോട്ടാണ്? മുകളിലോട്ടാണോ താഴോട്ടാണോ?
ഇതെല്ലാം വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് നമ്മൾ മാത്രം മനസ്സിലാക്കി. പി കെ ശ്യാമളയെ അവിടെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ചാൽ തോക്കുമെന്ന് CPM വിമതരോ അല്ലെങ്കിൽ CPM എതിർക്കുന്നവരോ അല്ലെങ്കിൽ UDF മുസ്ലിം ലീഗുകാരോ അല്ല പറയുന്നത്, CPM അണികൾ തന്നെ പറയുന്നു. കുടുംബാധിപത്യം CPM എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നവർ ചോദിക്കുന്നത്. കോൺഗ്രസിൽ പറയുമ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നവരല്ലേ നമ്മൾ ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോഴും CPM കേരളത്തിലെ പരമോന്നത നേതാവായിട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറി തന്നെ താൻ മാറുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ആ സ്ഥാനം കൊടുക്കണം എന്ന് പറയുന്ന അത്ര തരം താഴ്ന്ന നീചമായ നാണം കെട്ട ഒരവസ്ഥയിലേക്ക് CPM മാറും. തൻ്റെ ഭാര്യയായ ജില്ലാ കമ്മിറ്റി അംഗത്തെ അവിടെ മത്സരിപ്പിക്കണം എന്ന് പറയുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു വനിതയെ ഉറച്ച സീറ്റിൽ നിന്ന് തോൽക്കുന്ന സീറ്റിലേക്ക് മാറ്റുന്നു. ഇതെല്ലാം കാണിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, CPM അന്ത്യനാളുകളിലേക്ക്, ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ CPM അന്ത്യ കൂതാശയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ആയിരിക്കാം ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. നമ്മൾ ഇതുവരെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പാർട്ടി നേതാക്കന്മാരെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മൾ നായനാരെ കണ്ടിട്ടുണ്ട്, VS കണ്ടിട്ടുണ്ട്, നമ്മൾ CH കണാറിനെ കണ്ടിട്ടുണ്ട്, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ EMS കണ്ടിട്ടുണ്ട്, ഇവരെല്ലാവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, ഭാര്യ MLA ആക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനം എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ കേരളത്തിലെ CPM അണികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അവസാനമായിട്ടും ആയിരിക്കും ഇതുപോലൊരു പാർട്ടി സെക്രട്ടറിയെ കാണുന്നത് എന്നുള്ള ചർച്ച CPM അണികളിൽ സജീവമാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ